നമുക്കിന്നൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ പോയപ്പം കുറേ ഫ്രഷ് ഞണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അതൊന്ന് വാങ്ങിക്കാൻ. അങ്ങനെ ഞാൻ ആ ഞണ്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കായിട്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഇതിൻ്റെ ആദ്യം കൈയും കാലുകളും ഇതുപോലെ ഇങ്ങനെ പിഴുതെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ വാല് പോലൊരു ഭാഗമുണ്ട്, അവിടെ നിന്ന് അതിങ്ങനെ അടർത്തി എടുത്തിട്ട് അതിൻ്റെ തോടിങ്ങനെ നമുക്ക് അടർത്തി മാറ്റാം. എന്നിട്ട് ഇതിനുള്ളിലുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ എല്ലാ ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കണം. ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് വേണം നമ്മളിത് ക്ലീൻ ആക്കാൻ. പിന്നെ ഈ ഞണ്ട് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഞാനിതിന് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാലുകൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം മസാല ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർക്കാം. നിങ്ങൾ എത്രമാത്രം ചുവന്നുള്ളി ചേർക്കുന്നോ അത്രമാത്രം രുചി ഉണ്ടാവും നമ്മുടെ കറിക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒരു പകുതി വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് സബോള വളരെ ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴണ്ട് വരണം. അത് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി അങ്ങനെ നമ്മുടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ കൂട്ടിലേക്ക് തന്നെ പൊടികൾ ഡയറക്റ്റ് ചേർക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അതേ എണ്ണയിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വേറെ എക്സ്ട്രാ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ, എന്നാൽ ഒരു നല്ല ബ്രൗൺ നിറമാവണം. എന്നിട്ട് ഞാനിതിനകത്ത് ഇടയ്ക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ വഴറ്റാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ മസാല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 കഷ്ണം കുടംപുളി ചേർക്കുന്നുണ്ട്. അത് ഞാൻ 2ആയിട്ട് കീറി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, കാരണം ഈ ഞണ്ടിനകത്തുനിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം നമുക്ക് ഞണ്ട് വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ. അങ്ങനെ നല്ല ചൂട് ഞണ്ട് റോസ്റ്റും കൂട്ടത്തിൽ നല്ല സോഫ്റ്റ് പൂരി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.